ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അമേരിക്കൻ നാവികസേന ഉടൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുന്ന നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മെഡിറ്ററേനിയൻ കടലിലേക്ക് ചാൾസ് ഡി ഗാൾ വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധക്കപ്പൽ പടയെ ഫ്രാൻസ് അയച്ചു. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മധു, ഈ തുടരുന്ന യുദ്ധം ആഗോള സാമ്പത്തിക വ്യവസ്ഥയടക്കം മോശമായ നിലയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് ഏറെ പ്രധാനവുമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹോർമൂസിലൂടെ അമേരിക്കൻ എണ്ണക്കപ്പലുകൾ എത്തുകയാണെങ്കിൽ അത് കത്തിക്കും, തീയിടും എന്നുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു IRGCയിൽ നിന്നും. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഏത് വിധേനയും കപ്പലിന് സംരക്ഷണം നൽകും എന്നുള്ള അമേരിക്കയുടെ പ്രഖ്യാപനം വരുന്നത്. സ്വാഭാവികമായും ഒരു തുറന്ന കൈവിട്ട സാഹചര്യത്തിലേക്ക് ഇറാനും അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട സാഹചര്യം മാറാനുള്ള സൂചനയാണോ ഉള്ളത്? ഗുഡ് മോർണിംഗ് ആസിദ, ദിൽന. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കണ്ണുകളും ഹോർമൂസ് കടലിടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഈ യുദ്ധം, ഈ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുക, അതുപോലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിന് ഉപരിയായിട്ട് മറ്റൊരു യുദ്ധതന്ത്രം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. ചൈനയുടെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക എന്നുള്ളത്. അതിനാണ് അവരെ വെനിൻസുലയിൽ ആദ്യം ഇടപെട്ട് അനധികൃതമായിട്ടുള്ള എണ്ണക്കടത്തലിനകത്ത് ഇടപെട്ടു. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടയുന്നത് വഴി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പോകുന്നത് ചൈനയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എണ്ണക്കപ്പലുകളെ എസ്കോർട്ട് ചെയ്യാൻ അമേരിക്കൻ നേവി തയ്യാറായി കഴിഞ്ഞു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കുമുള്ള ഓയിൽ മൂവ്മെന്റ് ഒരു കാരണവശാലും തടസ്സപ്പെടുവാൻ അനുവദിക്കില്ലെന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സൈനിക നീക്കത്തിന് പുറമെ ഈ കപ്പൽ ഗതാഗതത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും ഡൊണാൾഡ് ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലുള്ള ഈ സമുദ്ര വ്യാപാരത്തിന് പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസും ഗ്യാരണ്ടിയും നൽകുവാൻ US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന് ട്രംപ് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നേരത്തെ മെർലിൻ സൂചിപ്പിച്ചതുപോലെ മെഡിറ്ററേനിയൻ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് ഫ്രാൻസ്. ചാൾസ് ഡി ഗാൾ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ അവരുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ ഫ്രാൻസ് അവിടെ വിന്യസിപ്പിച്ചു കഴിഞ്ഞു. മേഖലയിൽ ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുവാൻ ഒരു രാജ്യാന്തര സഖ്യം തന്നെ രൂപീകരിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഡാറുകൾ, അതുപോലെ വിമാന പ്രതിരോധ സംവിധാനങ്ങളൊക്കെയും വിന്യസിച്ചതായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കടലെടുക്ക് അടഞ്ഞു കിടക്കുകയാണെന്ന് മാക്രോൺ ഇന്ന് അവരുടെ ജനത്തെ അഭിസംബോധന ചെയ്ത് TV-യിലൂടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. ചരക്ക് നീക്കം പുനരാരംഭിക്കാനുള്ള എല്ലാ സൈന്യത്തെയും ഉപയോഗിക്കും, അതുമാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ സൈന്യങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് ഹോർമൂസ് കടലെടുക്ക് മാത്രമല്ല, ചെങ്കടൽ, സൂയിസ് കനാൽ എന്നിവിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുവാനും ഈ ലക്ഷ്യം നീക്കം ഉണ്ടെന്നാണ് മാക്രോൺ പറയുന്നത്. ദിൽന, ആസിദ. മധു കൊട്ടാരക്കര, ഇനി താൻ അധികാരത്തിൽ വന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു വന്ന ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ തുടർച്ചയായ നടപടികൾ, നേരത്തെ വെനസ്വേലയിൽ, ഇപ്പോഴിതാ ഇറാനിൽ, ഈ നടപടികളിലെല്ലാം അമേരിക്ക മുൻകൈയെടുക്കുമ്പോൾ വലിയ പ്രതിഷേധം അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട്, അമേരിക്കൻ ജനതയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തനത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നു. അങ്ങനെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? എങ്ങനെയാണ് ഒരു ഭാഗത്ത് യുദ്ധത്തിനായി കോപ്പ് കൂട്ടുമ്പോൾ ഈ പ്രതിഷേധങ്ങളെ എങ്ങനെ നേരിടാനാണ് പോകുന്നത്? പ്രത്യേകിച്ചും മിഡ് ടേം തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്ക കടക്കുകയാണല്ലോ. ഇതെല്ലാം അത് വളരെ തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണമാണ്. ഈ റോയിട്ടേഴ്സിന്റെ ഒരു പോളും അതുപോലെ CNN-ഉം ഡൊണാൾഡ് ട്രംപും തമ്മിൽ പണ്ടേ അത്ര രസത്തിലല്ല. ഈ റോയിട്ടേഴ്സ് ഏതാണ്ട് 350 മില്യൺ ജനങ്ങളുള്ള അമേരിക്കയിലെ 1200 പേരിൽ മാത്രം നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിന്റെ കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. US കോൺഗ്രസിനാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടായോ എന്നുള്ള അവസാന വാക്ക്. അത് സംബന്ധിച്ച് 48 മണിക്കൂറിനകം അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇത് സംബന്ധിച്ച് അവരെ അറിയിച്ച കത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ സൈനിക നീക്കം നടത്തേണ്ടി വന്നതിന്റെ കൃത്യമായ വിവരങ്ങളുണ്ട്. ഈ പൊതുജന വികാരം ട്രംപിനെതിരാണ് എന്ന് പറയുന്നത് ഒരു ചില ആൾക്കാർ മാത്രം പ്രചരിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ കൊടും തണുപ്പാണ്, ഇവിടെ ഒന്നും പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. ജനങ്ങളാരും ഇതൊന്നും സംസാരിക്കുന്നുമില്ല. അമേരിക്കയിലെ മാധ്യമങ്ങളിലായാലും മിക്സഡ് ആയിട്ടുള്ള വാർത്താ ബുള്ളറ്റിനുകളാണ് വരുന്നത്. അതുകൊണ്ട് ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി.
അത് മാത്രമല്ല ഇറാനിലെ ഈ ഭരണകൂടത്തിനെതിരെ ഉള്ള വലിയ ആഘോഷങ്ങൾ പല ഭാഗത്തുമായിട്ടുള്ളതിന്റെ വീഡിയോസ് ഉൾപ്പെടെ പുറത്തു വരുന്നതുകൊണ്ട് അത് നമുക്കായാലും അത് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ട്രംപിന് ചില വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അയത്തുള്ള ഖമീനിയെ കൊല്ലുന്നതിലുണ്ടായിരുന്നു. അത് ട്രംപ് തന്നെ പറയുകയും ചെയ്തു. അയാൾ എന്നെ തട്ടുന്നതിന് മുന്നേ ഞാൻ അയാളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. 2020 മുതൽ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന തുടർച്ചയായിട്ടുള്ള വധശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് വളരെ നാടകീയമായി രക്ഷപ്പെട്ടു. അന്നും US-ന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇറാൻ നിങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ലക്ഷ്യമിടുന്നുണ്ട്. പക്ഷേ ആ വെടിവെച്ച ആ ചെറുപ്പക്കാരനെ കൊന്നൊടുക്കുകയും ചെയ്തു. ട്രംപ് ഇതുവരെയും US ഗവൺമെന്റിനോട് അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഇറാനാണോ എന്നുള്ളത് ആ ചോദ്യം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ദിൽന. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.